നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് കറുമുറ കുറിക്കാനായിട്ട് പറ്റുന്ന ഒരു പലഹാരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതി നിധി. ശ്രുതിസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു പലഹാരത്തിന്, അതായത് ആ കറുമുറ കഴിക്കുന്ന ആ ഒരു 4 മണി പലഹാരത്തിന് നമുക്കൊരു 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അത് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. നിങ്ങൾക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തുകയും ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അത് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് 1 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു കപ്പിലാണ് വെള്ളവും പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്ന പൊടിയൊക്കെ അളന്നെടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ടായിട്ടുള്ള ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകാണ്ട് നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉപ്പ് വേണമെന്ന് വെച്ചാൽ പിന്നീട് ചേർക്കും ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തെടുത്താൽ മതി. ഇനി വെള്ളം തിളക്കുന്നതിന് മുന്നായിട്ട് ഇതിലോട്ട് കുറച്ച് കായംപൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാമ്പാറിലൊക്കെ ഉപയോഗിക്കില്ല, ആ ഒരു കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നില്ലെങ്കിൽ കായം വറുത്ത് പൊടിക്കുക, അല്ലെങ്കിൽ കായംപൊടിയൊക്കെ നമുക്ക് വാങ്ങി കിട്ടും, അത് ചേർത്ത് കൊടുത്താലും മതി. ഒരു 1/2 ടീസ്പൂൺ കായംപൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത് തികച്ചും ഓപ്ഷണലായിട്ടൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാം, ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും താനും. നമ്മൾ ഇതിൽ ചേർക്കുന്നത് കസൂരി മേത്തിയാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ഉലുവേര ഇല ഉണക്കിയതാട്ടാ. അപ്പോൾ ഇത് നമുക്ക് വേണമെന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളെന്താ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ചാലും മതിയാവും. ഇതിനധികം വിലയൊന്നും ഇല്ല, ഒരു 50 രൂപയുടെ ഉള്ളിലൊക്കെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ 1 കപ്പ് അരിപ്പൊടി നമ്മൾ അളന്നെടുത്തത് നമ്മൾ നേരത്തെ തന്നെ വെള്ളം അളന്നിട്ടുള്ള സെയിം കപ്പിൽ തന്നെയാണ് അളന്നെടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കപ്പ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. ഏത് പാത്രമായാലും അരിപ്പൊടിയും വെള്ളമൊക്കെ ആ സെയിം പാത്രത്തിൽ തന്നെ അളന്നെടുക്കാൻ നോക്കിയാൽ മതി. അപ്പോൾ നമ്മളിവിടെ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. പത്തിരിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പത്തിരിക്കൊക്കെ അങ്ങനെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ ഈ പൊടി നന്നായിട്ട് വാട്ടിയെടുക്കുക. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളിതൊന്ന് അടച്ചു വെക്കുകയാണ്. ഒരു മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചാൽ മതി. 1 മിനിറ്റിന് ശേഷം അതൊന്ന് തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ വാട്ടിയെടുത്ത പൊടി ഒന്ന് ചൂടാറിയതിന് ശേഷം, അതായത് നമ്മൾ കൈ വെച്ച് കുഴയ്ക്കാൻ പറ്റണ ആ ഒരു പാകത്തിന് ചൂട്, ആ ചൂടാവുമ്പോൾ നമ്മൾ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇത് വറുത്തെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഏത് ഓയിലാണ് ഇത് വറുക്കുന്നത് വെച്ചാൽ ആ സെയിം ഓയിലാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇത് കൈ വെച്ച് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. നല്ല മയത്തിൽ നമ്മളൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു പൊടി നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ്, കുറച്ചൊന്ന് വെള്ളം തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ആ സമയത്ത് ഒഴിച്ചു കൊടുക്കുക. ഒരു 1-2 തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എനിക്ക് എത്രയാണോ ഒഴിച്ചു കൊടുക്കേണ്ടി വന്നുള്ളൂ ആ ഒരു 2 തുള്ളി വെള്ളം കൊണ്ട് തന്നെ ഇത് പിന്നീട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മളിത് വറുത്തെടുക്കുമ്പോൾ എണ്ണ കുടിക്കും. അതുകൊണ്ട് കൂടുതൽ വെള്ളം ആവാണ്ടിരിക്കാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ ഇത് നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമ്മൾ മുറുക്ക് ഉണ്ടാക്കുന്ന ആ ഒരു അച്ചില്ലേ അതിലിട്ടിട്ട് ആ ഒരു മുറുക്കിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് അച്ചൊന്നും ഉപയോഗിച്ചിട്ട് ചെയ്യണമെന്നില്ല, കൈ വെച്ചിട്ട് തന്നെയാണ് ഇതൊരു ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കിയെടുക്കുന്നത്. നമ്മളിതിങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ തിരുനൂലൊക്കെ പണ്ട് ഇങ്ങനെ തിരുക്കാറില്ലേ, ആ ഒരു രീതിയിലാണ് ആക്കിയെടുക്കുന്നത്. ഇതുപോലെ 2 കൈയും വെച്ചിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ടും ചെയ്യുക. അപ്പോൾ നമ്മൾ മുറുക്കൊക്കെ ഉണ്ടാക്കുന്ന അച്ചിലിടാണെങ്കിൽ എളുപ്പം തന്നെ പണി കഴിയും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാതും അങ്ങനെ തന്നെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് ഇവിടെ ഇതുപോലെ 2 ഷേപ്പിലാണ് ആക്കിയെടുത്തിരിക്കുന്നത്. 2 നമ്മൾ കൈ വെച്ചിട്ട് തന്നെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുത്തതാണ്. ഈ ഒരു ഷേപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെറുതായിട്ട് ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുത്ത ശേഷം നമ്മുടെ ചെറുവിരൽ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള നിങ്ങൾക്ക് ഷേപ്പുകളിലാക്കിയെടുക്കാം. ഏറ്റവും എളുപ്പപ്പണി ശരിക്കും നമ്മൾക്ക് ഏതെങ്കിലും ഒരു അച്ചിലിട്ടിട്ട് എടുക്കേണ്ടതായിരിക്കും. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചെയ്യുക.
ഇനി നമുക്ക് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ട് എണ്ണ എത്രത്തോളം ചൂടായി നോക്കാണ്. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നേരെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, അതായത് താഴത്തോട്ട് പോയിട്ട് നേരെ പൊങ്ങി വരാണെങ്കിൽ എണ്ണ ആവശ്യത്തിന് ചൂടായി എന്നർത്ഥം. ആ ഒരു ലെവലാവുമ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, അതായത് ലോയിലും ആവാൻ പാടില്ല ഹൈയിലും ആവാൻ പാടില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വറുത്ത് കോരി എടുക്കാം. അപ്പം എല്ലാം ഒരുമിച്ചിട്ടുകൊണ്ട് ഇതിങ്ങനെ കൂട്ടിപ്പിടിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മളെല്ലാം കൂടി ഒരുമിച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിൽ വീഴുമ്പോൾ അത് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നിന്നോളും. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടാണ്. ഞാൻ വെറുതെ പറയുന്നല്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ ഈ കസൂരി മേത്തിയൊക്കെ ഇട്ടിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മളിത് വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ശരിക്കും കറക്റ്റ് അളവിൽ മൊരിയിച്ചെടുക്കണം. എന്നിട്ട് വറുത്തെടുത്താലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മൊരിവ് കുറഞ്ഞു കഴിഞ്ഞാൽ പുറമെ കാണുമ്പോൾ നമുക്ക് മൊരിഞ്ഞു എന്ന് തോന്നും, പക്ഷെ അകത്ത് നമുക്ക് വേവാത്ത പോലെ ഇരിക്കും. അതെല്ലാം മൊരിവ് കൂടിക്കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് നോക്കിയെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇടയിലൊന്ന് വെച്ചിട്ട് ഒന്ന് കളറൊക്കെ ഒന്ന് മാറിയെന്ന് കാണുമ്പോൾ ഒന്നെടുത്ത് കടിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ടോ പുറമേ ആയിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ നല്ലൊരു ക്രിസ്പിനെസ്സും ഉണ്ടാവും. ആ ഒരു സമയത്ത് എടുത്താൽ മതി. നമ്മൾ വറുത്ത് കോരി എടുക്കുമ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് മാറിയിട്ടുണ്ടാവണം. നന്നായിട്ട് കളർ മാറാനും പാടില്ല, എന്നാൽ കുറച്ച് കളർ മാറിയിട്ടുണ്ടാവും. ഏകദേശം ഇതുപോലെ ഇരിക്കുമ്പോൾ നമ്മൾ വറുത്ത് കോരി എടുക്കുന്നതാണ് നല്ലത്. ഇത് സിമ്പിൾ ആണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഏത് ഷേപ്പിലാക്കി എടുക്കുകയാണെങ്കിലും നല്ല കനം കുറഞ്ഞിരിക്കണം. അതായത് ഇപ്പം ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കുകയാണെങ്കിലും ഇതിങ്ങനെ കനം കൂടിക്കഴിഞ്ഞാൽ ഉള്ളിലേക്ക് അങ്ങോട്ട് വേവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കനം കൂടാണ്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾ ആക്കി എടുക്കാനായിട്ട് നോക്കുക. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. എന്നാൽ പോലും ചിലർക്ക് കൂടുതൽ ഉപ്പും മുളകും അങ്ങനെ പുളിയൊക്കെ വേണം എന്നുള്ളവരുണ്ടായിരിക്കും. നമ്മൾ ഇങ്ങനെ പുറത്തുനിന്ന് കഴിക്കണ കുർക്കുറേയുടെ ആ ഒരു ടേസ്റ്റ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓപ്ഷനിലാണ്, വേണമെന്ന് വെച്ചാൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിലോട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാകുമ്പോൾ കളർ ഉണ്ടാകുന്നതാനും അങ്ങനെ എരിവും കുറവായിരിക്കും. പിന്നെ നമ്മൾ ഇതിൽ ഉപ്പ് ചേർക്കണില്ല. ഉപ്പ് ചേർക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചു നോക്കിയപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടായിരുന്നു. ഉപ്പ് കുറവുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് കുറച്ച് ചാറ്റ് മസാല ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഇഷ്ടമുള്ളവർക്ക് ആ ഒരു ഇതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ പാത്രം ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് കുലുക്കിയെടുത്താൽ മതി. ഈ സ്റ്റെപ്പ് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു കായും കസൂരി മേത്തിയൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇത് ചേർക്കുന്നില്ല. അപ്പോൾ ഇത്രയുള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചില കുട്ടികൾക്ക് എരിവൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ചേർത്താൽ മതി. അതായത് കായും കസൂരി മേത്തി മാത്രം ചേർത്താൽ മതി. എരിവിനായിട്ട് മുളക് പൊടി അങ്ങനെയൊന്നും ചേർക്കണമെന്നില്ല. അതാവുമ്പോഴായിരിക്കും കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം. നമുക്ക് വലിയവർക്കൊക്കെ ആണെങ്കിൽ എങ്ങനെയായാലും കുഴപ്പമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ താഴെ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കണേ. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ ചാനലൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.